എല്ലാവരും എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. സമയമാറ്റം ഉള്ളത് കൊണ്ടായിരിക്കാം അംഗങ്ങൾ കുറവാണ്. എങ്കിലും നമുക്ക് എന്തായാലും നമ്മളുടെ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്ന എപ്പോഴും നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. തദാഞ്ജനസ്മൃതേ യസ്മിൻ ദുഷ്കരം സുഖരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമ്യഹം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതത്തിലെ വളരെ മനോഹരമായ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിലീലയിലെ 7-ാമത്തെ അധ്യായം, അതില് 107-ാമത്തെ ശ്ലോകം മുതൽ ഡിസ്കസ് ചെയ്യാനാണ് എനിക്കിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 107-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ടൊന്ന് പോയി നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോളോ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു 2-3-4 ശ്ലോകങ്ങൾ പുറകിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ കണ്ടത് പ്രകാശാനന്ദ സരസ്വതി അടങ്ങുന്ന ശങ്കരാചാര്യ സമൂഹത്തിന്റെ ആചാര്യൻ അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്നതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചതാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ള അതിന് ഉത്തരം ശ്രീ ചൈതന്യ മഹാപ്രഭു നൽകിയത് ഉൾപ്പെടെ നോക്കുമ്പോൾ 66-ാമത്തെ ശ്ലോകം മുതൽ 100-ാമത്തെ ശ്ലോകം വരെയാണ് അതിൽ ഉൾപ്പെട്ടത്. 101 മുതൽ 134 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രകാശാനന്ദ സരസ്വതികൾ 2-ാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. 2-ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. 106-ാമത്തെ ശ്ലോകം, 101-ാമത്തെ ശ്ലോകം മുതൽ 134-ാമത്തെ ശ്ലോകം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ. അപ്പോൾ ആ 101 മുതലുള്ള ശ്ലോകങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേഷൻ മാത്രം നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണ് ചോദ്യം എന്ന് നോക്കിയതിനു ശേഷം 106-ാമത്തെ ശ്ലോകം മുതൽ ചൈതന്യ മഹാപ്രഭു അതിനുള്ള ആൻസർ ആണ് പറഞ്ഞു തുടങ്ങുന്നത്. 101 മുതൽ 106 വരെയുള്ള ശ്ലോകം ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കിയതിനു ശേഷം നമുക്ക് 107-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഒരു സെക്കൻഡ്. ഹരീഷ് മതി, അവിടെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. സോറി, ക്ഷമിക്കുക. ഓക്കെ. 101-ാമത്തെ ശ്ലോകം മുതൽ 106-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ എന്നാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് 107-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് പോകാം. ആ ഒരു ഫ്ലോ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ശ്ലോകം എന്ന് പറയുന്നത് കൃഷ്ണേ ഭക്തികാരായിഹായ ശബര സന്തോഷ വേദാന്തന ശൂന കേന താരാക്കി ബദോഷ. പ്രിയ ശ്രീമാൻ,
അങ്ങ് ഉന്നതനായ ഒരു ആണെന്നതിൽ എല്ലാവർക്കും സന്തോഷം തന്നെ. അങ്ങ് എന്തുകൊണ്ടാണ് വേദാന്ത സൂത്രം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുന്നത്? ഇതിൽ എന്താണ് തെറ്റ്? അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനോട് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങൊരു കൃഷ്ണഭക്തനാണ് എന്നുള്ളത് വളരെ സന്തോഷം, നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു, അതിന് യാതൊരു വിധമായ തെറ്റുമില്ല. പക്ഷെ അങ്ങ് എന്തുകൊണ്ടാണ് വേദാന്ത സൂത്രത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള കാരണം എന്ത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, 102-ാമത്തെ ചോദ്യം. യതശുനിഹാസി പ്രഭു ബലിലാലവചന ദുഃഖ മാനഹ യതി കരി നിവേദന. മായാവാദി സന്യാസിമാരുടെ ഈ ചോദ്യം കേട്ടിട്ട് പുഞ്ചിരിയോടുകൂടി മഹാപ്രഭു ഇപ്രകാരം പറഞ്ഞു, അഭിവാദ്യ ജനങ്ങളെ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ വേദാന്ത തത്വത്തെക്കുറിച്ച് ചിലത് ഞാൻ നിങ്ങളോട് പറയാം. വേദാന്ത സൂത്രത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ, വേദാന്ത സൂത്രമല്ല പറയുന്നത്, വേദാന്ത സൂത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. 102-ാമത്തെ ശ്ലോകം. 103-ാമത്തെ ശ്ലോകം. ഇഹ ശൂനി ബലെ സർവ സന്യാസീര ഗണ തോമാകേ ദേഖീയ യൈച്ഛ സാക്ഷാത് നാരായണ. ഇത് കേട്ടിട്ട് മായാവാദി സന്യാസിമാർ അല്പം വിനയാന്വിതരാകുകയും മഹാപ്രഭുവിനെ സാക്ഷാത് നാരായണൻ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. തോമാര വചന ശൂനി ജൂഡായ ശ്രവണ തോമാര മധുരി ദേഖി ജൂഡായ നയന. അല്ലയോ മഹാപ്രഭു, വാസ്തവത്തിൽ അങ്ങയുടെ വചനങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ അത്യന്തം സന്തോഷിക്കുന്നു. അത്യന്തം ഹൃദയമായ അങ്ങയുടെ ശാരീരിക ലക്ഷണങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് അവാച്യമായ ആനന്ദം അനുഭവപ്പെടുന്നു. തോമാര പ്രഭാവേശാവര ആനന്ദിത മന കിഭു അസംഗത നാഹേ തോമാര വചന. അല്ലയോ പ്രഭു, അങ്ങയുടെ സ്വാധീനത്താൽ ഞങ്ങൾ അത്യന്തം തൃപ്തി പൂണ്ടവരായിരിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ ഒരിക്കലും ആയുക്തങ്ങളാകില്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ അങ്ങ് വേദാന്ത സൂത്രത്തെക്കുറിച്ച് സംഭാഷണം നടത്തിയാലും. അപ്പോ അവിടെ അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് വേണ്ടിയുള്ള ഒരു അനുവാദം എന്നോണം അവർ പറഞ്ഞു, അങ്ങ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അങ്ങ് ദയവായി പറഞ്ഞാലും വേദാന്ത സൂത്രത്തെക്കുറിച്ച് പറയാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കേരളക്കരയിലുള്ളവർക്ക് ചെറിയൊരു വിഷമം തോന്നാം. അപ്പൊ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ചൈതന്യ മഹാപ്രഭു പറയാൻ വരുന്നത് എന്ന്. 106-ാമത്തെ ശ്ലോകം ഇന്നലെ നോക്കിയതാണ്. ജസ്റ്റ് അതുകൊണ്ട് ട്രാൻസ്ലേഷൻ മാത്രം വായിക്കുന്നു. ശ്ലോകവും ട്രാൻസ്ലേഷൻ മാത്രം. പ്രഭു കഹേ വേദാന്ത സൂത്ര ഈശ്വര വചന വ്യാസരൂപേ കൈലായാഹ ശ്രീനാരായണ. മഹാപ്രഭു പറഞ്ഞു, വ്യാസനായി അവതരിച്ച പരമദിവ്യോത്തമ പുരുഷൻ നാരായണന്റെ വചനങ്ങളാണ് വേദാന്ത സൂത്രത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ വേദാന്ത സൂത്രം എന്ന് പറയുന്നത് സാക്ഷാൽ വ്യാസദേവൻ, അതായത് ഭഗവാന്റെ നാരായണന്റെ അവതാരമായ സാക്ഷാൽ വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് യാതൊരു തെറ്റുമില്ല. എന്തുകൊണ്ടാണ് അത് സാക്ഷാൽ നാരായണന്റെ തന്നെ വചനമാണ് എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയാൻ കാരണം, അതിന് യാതൊരു വിധമായ പോരായ്മകളും ഇല്ല. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജ്ഞാനമാണ്. എന്നാൽ എന്താണ് അതിനുശേഷം സംഭവിക്കുന്നത് എന്നുള്ളതാണ് 107-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. 107-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, പ്രമാദ വിപ്രലപ്സ കാരണ പാടവ ഈശ്വരേര വാക്യ നാഹി ദോഷ ഏഷാബ. അപ്പൊ ഭഗവാന് ചൈതന്യ മഹാപ്രഭു ഓൾറെഡി പറയുകയാണ്, സാക്ഷാൽ നാരായണന്റെ അവതാരമായ ശ്രീല വ്യാസദേവനാൽ രചിക്കപ്പെട്ടതായത് ആണ് വേദാന്ത സൂത്രം എന്നതുകൊണ്ട് മാനുഷികമായ പോരായ്മകൾ, 4 പോരായ്മകൾ, മനുഷ്യന് ഉണ്ടാകുന്ന 4 പോരായ്മകൾ ഈ ഗ്രന്ഥത്തിന് അല്ലെങ്കിൽ വേദാന്ത സൂത്രത്തിന് ഇല്ല എന്ന് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഭ്രമ പ്രമാദ വിപ്രലിപ്സ കരണാപാഠവ ഈശ്വരേര വാക്യേ നഹി ദോഷ ഏഷവ. അപ്പം അതായത് മനുഷ്യരായിട്ടുള്ളവർക്ക്, ഈശ്വരൻ അല്ലാത്തവരായിട്ടുള്ളവർക്കുള്ള ഈ 4 പോരായ്മകൾ ഈ
കൃതിക്ക് ഉണ്ടാവില്ല എന്ന് ശില ചൈതന്യ മഹാപ്രഭു പറയുകയാണ്. എന്താണ്? ഭഗവത് വചനങ്ങളിൽ ഭൗതിക ന്യൂനതകളാകുന്ന തെറ്റുകൾ, വ്യാമോഹം, വഞ്ചനാശീലം, ഇന്ദ്രിയങ്ങളുടെ അപൂർണത എന്നിവയ്ക്ക് സ്ഥാനമില്ല. തെറ്റുകൾ, വ്യാമോഹം, വഞ്ചനാശീലം, ഇന്ദ്രിയങ്ങളുടെ അപൂർണത എന്നിവയ്ക്ക് സ്ഥാനമില്ല. അപ്പോൾ വേദാന്ത സൂത്രം എന്ന് പറയുന്നത് ഇതിനെല്ലാം അതീതമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മിറ്റിംഗ് മിസ്റ്റേക്ക്, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, പിന്നെ ഇംപെർഫെക്റ്റ് സെൻസസ്, പിന്നെ വ്യാമോഹം, ടു ബി ഇലൂഷൻഡ് എന്ന് പറഞ്ഞ ഈ 4 പോരായ്മകൾ സാധാരണ മനുഷ്യർക്ക്, എല്ലാ മനുഷ്യർക്കും ഉള്ളത് കൊണ്ട് ആ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ കണ്ടുപിടുത്തമാണെങ്കിലും എന്താ പറയാ, എന്തെല്ലാം നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിലും, ഇവൻ ഇങ്ങേയറ്റം പറഞ്ഞാൽ 1 മുതൽ 200 വരെ നമുക്ക് തെറ്റില്ലാതെ എഴുതാൻ സാധിക്കത്തില്ല. അത്രമാത്രം ഇംപെർഫെക്റ്റ് ആണ് നമ്മളെല്ലാവരും. അപ്പോ അത്രയും ഈ 4 പോരായ്മകൾ മനുഷ്യരായിട്ടുള്ളവർക്കും മനുഷ്യന്റെ കൃതികൾക്കും ഇതെല്ലാം സംഭവിക്കാം. എന്നാൽ ഇവിടെ വേദാന്ത സൂത്രത്തെക്കുറിച്ച് മഹാപ്രഭു പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സാക്ഷാൽ നാരായണന്റെ അവതാരമായ ശ്രീല വേദവ്യാസന്റെ കൃതി ആയതുകൊണ്ട് ഈ 4 പോരായ്മകൾ ഈ കൃതിക്ക് ഉണ്ടാവില്ല. ശ്രീല പ്രഭുപാദയുടെ ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു വസ്തുവിനെയോ ജ്ഞാനത്തെയോ അതിന്റെ യഥാരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിക്കുന്നതാണ് തെറ്റ്. ഒരു വസ്തുവിനെയോ ജ്ഞാനത്തെയോ അതിന്റെ യഥാരൂപത്തിൽ നിന്നും വ്യത്യസ്തമായി സ്വീകരിക്കുന്നതാണ് തെറ്റ്. ഉദാഹരണമായി, അന്ധകാരത്തിൽ ഒരുവൻ ഒരു കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. കക്കയുടെ തിളക്കമുള്ള പുറന്തോടിനെ സ്വർണമായി ചിന്തിച്ചേക്കാം. ഇവ ഒരു സാധാരണ മനുഷ്യന് പറ്റാവുന്ന തെറ്റുകളാണ്. അശ്രദ്ധമായ ശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്ന മിഥ്യാസങ്കല്പങ്ങളാണ് വ്യാമോഹം. ഇவ்விധം വികലമായ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതാണ് വഞ്ചനാ പ്രവണത. ഭൗതിക ഗവേഷകരും തത്വജ്ഞാനികളും സാധാരണയായി ഒരുപക്ഷെ ആയിരിക്കാം എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതായത് ഇവിടെ നമ്മുടെ ഭൗതികപരമായ ജ്ഞാനം അല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസ സമയത്തുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് തീസീസ് സബ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ PhD എടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ബുക്ക് തന്നെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുക്കുമ്പോഴാണ് നമുക്ക് PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റില് എഴുതിക്കുന്നത് എന്ന് അനുമാനിക്കുന്നു, എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ എൻ്റെ നിർണയം ഇതാണ്, അങ്ങനെയുള്ള വചനങ്ങളാണ് അവസാനം ഉപയോഗിക്കുന്നത്. കാരണം ദാറ്റ് കനോട്ട് ബി പെർഫെക്റ്റ്. അതൊരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് എൻ്റെ നിരീക്ഷണമാണ്, അല്ലെങ്കിൽ എൻ്റെ ഇതായ വ്യൂ ഇതാണ് എന്ന രീതിയിലുള്ള ആണ് നമ്മളിവിടെ അവിടെ സ്ഥാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അപ്പൊ ഒരു പക്ഷേ അല്ലെങ്കിൽ ആയിരിക്കാം എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നു. വസ്തുതകളെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനത്തിന്റെ അഭാവമാണ് ഇതിനു കാരണം. സോ നമുക്ക് റിയാലിറ്റി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തതാണ് ഇതിനുള്ള കാരണം. കാരണം ഭൗതികത എന്ന് പറയുന്നത് തന്നെ ഒരു അന്ധകാരമാണ്. അപ്പൊ അങ്ങനെ അന്ധകാരത്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ അന്ധകാരത്തിലുള്ളതിനെ വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഇംപെർഫെക്റ്റ്നെസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനാൽ അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് പ്രബോധനം നൽകുന്നത് ചതിക്കുവാനുള്ള പ്രവണതയ്ക്ക് ഉദാഹരണമാണ്. അപര്യാപ്തങ്ങളായ ഇന്ദ്രിയങ്ങളാണ് ഒരു സാധാരണ മനുഷ്യന്റെ 4ാമത്തെ ന്യൂനത. ഉദാഹരണമായി, കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെങ്കിലും വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിനെയോ കൺപോളകൾ പോലെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിനെയോ കാണാൻ കഴിയുകയില്ല. നമ്മുടെ അപരിഷ്കൃത നേത്രങ്ങൾക്ക് സൂര്യനെ ഒരു തളികയായി മാത്രമേ കാണുവാൻ കഴിയൂ. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിൽ എല്ലാം മഞ്ഞ നിറമായി അനുഭവപ്പെടുന്നു. അതിനാൽ അപൂർണങ്ങളായ നേത്രങ്ങളിലൂടെ സിദ്ധിക്കുന്ന അറിവിനെ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ കാതുകളും ഇതുപോലെ തന്നെ അപൂർണങ്ങളാണ്. വിദൂരതയിലുള്ള ശബ്ദങ്ങൾ ടെലിഫോൺ വഴി അല്ലാതെ നമുക്ക് കേൾക്കുവാനാകില്ല. ഇപ്രകാരം നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശകലനം ചെയ്താൽ അവയെല്ലാം അപൂർണങ്ങളാണെന്ന് കാണാം. അതിനാൽ ഇന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനം സമ്പാദിക്കുന്നത് നിഷ്ഫലമാണ്. ആധികാരിക സ്രോതസ്സുകളിൽ നിന്നും ശ്രവിക്കുന്നതാണ് വൈദിക മാർഗം. ഭഗവത്ഗീത 4:2 കൃഷ്ണൻ പറയുന്നു, ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ. ഗുരു ശിഷ്യ പരമ്പര വഴി പകർന്നു കിട്ടിയ ഈ ജ്ഞാനം രാജർഷിമാർ ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നു. നാം ടെലിഫോൺ വഴി ആരിൽ നിന്നോ
അല്ല, മറിച്ച് യഥാർത്ഥ ജ്ഞാനമുള്ള ആധികാരികനായ ഒരു വ്യക്തിയിൽ നിന്നുമാണ് ശ്രവിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് കുറ്റമറ്റ ജ്ഞാനമുണ്ട്. അപ്പൊ ഈ കുറ്റമറ്റ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത ഇപ്പം ഇതില് 4-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം ഇവിടെ പറഞ്ഞു. 3-ാമത്തെ ശ്ലോകം എന്താണ്? ഇവം രാജശ്രയോ വിദുഹു സകാലേനേക മഹത യോഗോ നിഷ്ഠപരന്തമഃ. വാട്ട് ഈസ് ദാറ്റ് നെക്സ്റ്റ് ശ്ലോക? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 4th chapter 3rd ശ്ലോക. സയേവായം മയാത്തേത്വ സയേവായം മയാത്തേത്വ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹേതുത്തുത്തമം. ഭഗവാൻ പറയുന്നതാണ് സയേവായം മയാത്തേത്യ യോഗപ്രോക്ത പുരാതനഃ. സോ അർജുന, ഞാന് ഇങ്ങനെ ഗുരു പരമ്പര വഴി വന്നുകൊണ്ടിരുന്ന ആ ജ്ഞാനം അതൊരു ബ്രേക്ക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഒരു 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 വിഘ്നം സംഭവിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് നിനക്ക് അതേ ജ്ഞാനം യോഗപ്രോക്ത പുരാതനഃ, അപ്പൊ പണ്ട് പറഞ്ഞ അതേ ജ്ഞാനം ഞാൻ നിനക്ക്, അതായത് പണ്ട് സൂര്യദേവനായ വിവസ്വാന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത അതേ ജ്ഞാനം ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ്, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ പറയുന്നു. അതായത് വിൻഡോസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്നാണ് സംതിങ് 1995 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. 95 ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കുക. 95-ല് വിൻഡോസ് ഇറങ്ങി, അത് കഴിഞ്ഞ് 96-ല് വിൻഡോസ് ഇറങ്ങി, 97-ല് വിൻഡോസ് ഇറങ്ങി, 98, 99, 2000, മില്ലേനിയം, 2001, 2, 3, 4, 5, 6, 10, ഇങ്ങനെ എല്ലാ വർഷവും അവർ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവര് ക്ലെയിം ചെയ്യുന്നത് വി ആർ അഡ്വാൻസിങ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പുരോഗതിയിലേക്ക്, കൂടുതൽ ബെറ്റർ വേർഷൻ ആണ് ഞങ്ങൾ ഓരോ വർഷവും തരുന്നത് എന്ന് അവര് പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അവകാശപ്പെടുന്നു. എന്നാൽ 1995-ല് കണ്ടുപിടിച്ച വിൻഡോസ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിൻഡോസ് ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് അമെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പോട്ടെ, ഈ ലേറ്റസ്റ്റ് വേർഷൻ 2010-ലോ അല്ലെങ്കിൽ 2012-ലോ 20-ലോ ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോസ് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നീട് അത് വിൻഡോസ് വേർഷൻ ഇടേണ്ട ആവശ്യമുണ്ടോ? മൈക്രോസോഫ്റ്റ് ഓഫീസ് ആണെങ്കിലോ 2010, 20, അങ്ങനെ ഓരോ വർഷവും അതും അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സലിലാണെങ്കിലും വേർഡിലാണെങ്കിലും ഈ ചെയ്യുന്ന അമെൻമെന്റ് അവർ ഒരു പെർഫെക്റ്റ് ഫൈനലൊക്കെ ദിസ് ഈസ് എ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് അവർക്ക് എപ്പോഴെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നോ. കാരണം ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. അത് ഒരു മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്നതായതുകൊണ്ട് ഇറ്റ് ക്യാൻ നെവർ ബി എ പെർഫെക്റ്റ് വൺ. അതുപോലെയാണ് ഭൗതികതയിൽ ഓരോ വ്യക്തികളും സൃഷ്ടിക്കുന്ന സർവജ്ഞാനവും. എന്നാൽ ഭഗവാൻ പറയുന്നത് സയേവായം മയാത്തേത്യ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസിമേ സഖാ ചേതി രഹസ്യം ഹേതുത്തുത്തമം. നീ എന്റെ സുഹൃത്തും ഭക്തനുമായതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത അതേ ജ്ഞാനം നിനക്ക് അതുപോലെ തരുന്നു. അതാണ് പെർഫെക്റ്റ് നോളജ്. ഭഗവാനിൽ നിന്ന് ഭഗവാന് ഈ 4 പോരായ്മകൾ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിടെ പറയുന്നത് ഭഗവാൻ നാരായണന്റെ അവതാര പുരുഷനായ ചില വേദവ്യാസനാൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് നോളജ്. അതിന് ഈ 4 പരിമിതികൾ ഇല്ല എന്ന് ഇവിടെ പറയുകയാണ്. ഉപനിഷത് സഹിത സൂത്ര കഹേയി തത്വ മുഖ്യ വൃത്യേ സേയി അർത്ഥ പരമമഹത്വ. പരമസത്യത്തെ കുറിച്ച് ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ യഥാരൂപം അതേ പ്രകാരം മനസ്സിലാക്കുന്നതാണ് മഹത്തരം. അപ്പോ പരമസത്യത്തെ കുറിച്ച് ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രത്തിലും വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാം ഗ്രന്ഥങ്ങളിലും ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രങ്ങളിലും എല്ലാം വളരെ സ്പഷ്ടമായിട്ട് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ യഥാരൂപം മനസ്സിലാക്കുന്നതാണ് മഹത്തരം. അവിടെ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നു. ഗ്രന്ഥങ്ങളിലെല്ലാം മായം ചേർക്കപ്പെടുന്നു.
അതിനെ യഥാർത്ഥ രൂപത്തിൽ നമ്മളുടെ അടുത്ത് വരുന്നില്ല. അപ്പൊ അതാണ് ഇതിനുള്ള പോരായ്മ. ഈ വേദാന്ത സൂത്രത്തെക്കുറിച്ച് പോലും ചൈതന്യ മഹാപ്രഭു അതിനെക്കുറിച്ച് പറയാത്ത കാരണം എന്താണ്? അത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ജ്ഞാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പിൽ കിട്ടിയിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് മായം കലർന്നതും അല്ലെങ്കിൽ അതിനകത്തിൽ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടതുമായ ജ്ഞാനമാണ്. അതാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശിലപ്രഭുപാദന്റെ ഭാവാർത്ഥം: വേദശാസ്ത്ര സംബന്ധമായ വസ്തുതകളെ പരോക്ഷമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശങ്കരാചാര്യരുടെ കാലം മുതൽ തന്നെ ഒരു പരിഷ്കാരമായി തീർന്നിരുന്നു. വസ്തുതകളെ തങ്ങളുടേതായ രീതികളിൽ വ്യാഖ്യാനിക്കുന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിമാനിക്കുകയും വേദശാസ്ത്രങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും മനസ്സിലാക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും എന്നുള്ള മൂഢമായ ഈ മൂഢസമ്പ്രദായം വൈദിക സംസ്കാരത്തിൽ തന്നെ നാശം വിതച്ചിരിക്കുന്നു. ശാസ്ത്രീയ ജ്ഞാനം തന്നിഷ്ടപ്രകാരം സ്വീകരിക്കുവാനുള്ളതല്ല. ഉദാഹരണമായി ഗണിതശാസ്ത്രത്തിൽ 2 ഉം 2 ഉം കൂട്ടിയാൽ 4 ലഭിക്കുന്നു. ഇതിനെ ഒരു വ്യക്തിക്ക് 3ഓ 5ഓ ആക്കി മാറ്റുവാൻ കഴിയില്ല. യഥാർത്ഥ ജ്ഞാനത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയില്ലെങ്കിലും വൈദിക ജ്ഞാനത്തെ തന്നിഷ്ടപ്രകാരം മനസ്സിലാക്കുന്ന പരിഷ്കാരമാണ് ആളുകൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇക്കാരണത്താലാണ് നാം ഭഗവത്ഗീതയെ യഥാരൂപമായി കാഴ്ചവെച്ചത്. നാം കെട്ടിച്ചമയ്ക്കപ്പെട്ട ആശയങ്ങൾ സൃഷ്ടിക്കാറില്ല. ഭഗവത്ഗീതയിലെ പ്രഥമ ശ്ലോകത്തിലെ കുരുക്ഷേത്ര എന്ന പദം ഒരുവന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ചില വ്യാഖ്യാതാക്കൾ അവകാശപ്പെടുന്നു. എന്നാൽ നാം അത് അംഗീകരിക്കുന്നില്ല. കുരുക്ഷേത്രം എന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വേദവിധാനമനുസരിച്ച് ഇത് ധർമ്മക്ഷേത്രം അഥവാ ഒരു തീർത്ഥാടന സ്ഥലമാണ്. ഇന്നും ജനങ്ങൾ അവിടെ പോയി വൈദിക യജ്ഞങ്ങൾ നിർവഹിക്കുന്നു. എന്നാൽ മൂഢന്മാരായ വ്യാഖ്യാതാക്കൾ കുരുക്ഷേത്രത്തെ ശരീരമായും പഞ്ചപാണ്ഡവരെ പഞ്ചേന്ദ്രിയങ്ങളായും പരാമർശിക്കുന്നു. ഇപ്രകാരം ആശയങ്ങളെ വളച്ചൊടിച്ച് അവർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ഉപനിഷത്തുകളോ ബ്രഹ്മസൂത്രമോ അവ ശ്രുതി സ്മൃതി ന്യായം എന്തുമായിക്കൊള്ളട്ടെ, എല്ലാ വേദശാസ്ത്രങ്ങളും യഥാർത്ഥ പ്രസ്താവനകൾക്ക് അനുസരിച്ച് അതേപടി മനസ്സിലാക്കേണ്ടതാണെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു സ്ഥിരീകരിക്കുന്നു. വേദശാസ്ത്രങ്ങളെ യഥാരൂപം മനസ്സിലാക്കുന്നത് മഹനീയമാണ്. എന്നാൽ അവയെ അപൂർണങ്ങളായ ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന മായാപഹൃത ജ്ഞാനം ഉപയോഗിച്ച് സ്വേച്ഛാനുസാരം വ്യാഖ്യാനിക്കുന്നത് ആപത്കരമായ ഒരു വിഡ്ഢിത്തമാണ്. വേദങ്ങളെ ഇപ്രകാരം വിവരിക്കുവാനുള്ള ശ്രമത്തെ ശ്രീ ചൈതന്യ മഹാപ്രഭു പൂർണ്ണമായും എതിർക്കുന്നു. ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത് ഒരു എക്സാമ്പിൾ സഹിതം ശ്രീല പ്രഭുപാദ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ കാര്യത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശ്രീല പ്രഭുപാദിന്റെ പർപ്പോട്ടുകൾക്കുള്ള ഒരു പ്രാധാന്യം, സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ചൈതന്യ മഹാപ്രഭു ഒന്നും തൻ്റെതായ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഒരിക്കലും പറയാറില്ല. അതിനെ എപ്പോഴും ഒന്നുകിൽ ആചാര്യന്മാര് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് താൻ ഇത് പറയുന്നത് ഇന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം എപ്പോഴും സ്ഥാപിക്കുന്നത്. അതല്ല എങ്കിൽ ഒരിക്കലും അദ്ദേഹം അതിനെക്കുറിച്ച് സ്വന്തം അഭിപ്രായം ഒരിക്കലും പറയാറില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ശ്രീല പ്രഭുപാദ് പറഞ്ഞ ഭഗവത്ഗീതയിലെ ഒരു വാക്ക്, കുരുക്ഷേത്ര എന്ന് പറയുന്ന വാക്ക് ഇന്നും ഭൂമിയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ ഭഗവത്ഗീത ഒരു സാങ്കല്പികമാണ് എന്ന് സ്ഥാപിക്കാനാണ് ചില വ്യക്തികൾ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുരുക്ഷേത്രത്തെ നമ്മുടെ ശരീരമായിട്ടും പഞ്ചപാണ്ഡവർ 5 ഇന്ദ്രിയങ്ങളായിട്ടും ചില വ്യാഖ്യാതാക്കൾ അതിനെ ചിത്രീകരിക്കുന്നു എന്ന് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊരു ഈ കഥകളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ എല്ലാം അതിന് ഇംഗ്ലീഷുകാര് അല്ലെങ്കിൽ ഈവൻ നമ്മളുടേതായ നമ്മളുടെ ധർമ്മത്തിൽ വിശ്വസിക്കുന്നതായ പല ആൾക്കാരും അതൊരു മിത്ത് ആയിട്ട് പറയാറുണ്ട്. മിത്ത് ആയിട്ട് എന്ന് പറയുമ്പോൾ അതൊരു സാങ്കല്പികമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് പരത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്തുള്ള എത്രമാത്രം സത്യമായിട്ട് അല്ലെങ്കിൽ തത്വപരമായിട്ടും അതിനെ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് അതിൻ്റെ പ്രൂഫുകൾ ഇന്ന് തീർച്ചയായിട്ടും നമുക്കും ഈ പറഞ്ഞതുപോലെ കുറെ പ്രൂഫുകൾ കിട്ടുമ്പോഴാണ് നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ വർദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് ആ പ്രൂഫിന്റെ ഒരു ആവശ്യകത ഉണ്ടോ? നമുക്കൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു
കുറച്ച് എവിഡൻസസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഓ യെസ്, നമ്മുടെ ശാസ്ത്രങ്ങൾ കറക്റ്റ് ആണ്, വിമാനത്തെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗണിത ശാസ്ത്രം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വേദഗണിതം എന്ന് പറയുന്നത് നമ്മളുടെ ശാസ്ത്രത്തിലുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ പ്രൂഫ് നമുക്ക് വേണം, നമ്മളുടെ എല്ലാം കറക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരുന്നു. ഓക്കെ, ഇറ്റ് ക്യാൻ ഹെൽപ്പ് us ടു ഇൻക്രീസ് അവർ ഡിവോഷൻ. പക്ഷെ ആ ഒരു ആവശ്യകതയുടെ അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഗ്രന്ഥങ്ങളിലെ എല്ലാ തത്വങ്ങളും സത്യസന്ധമായ രീതിയിൽ നമ്മളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതായത് ഓക്കെ, നമ്മുടെ സയന്റിഫിക് പ്രൂഫായിട്ട് പറയുകയാണെങ്കിൽ തന്നെ, സയന്റിഫിക് പ്രൂഫ് എന്നുള്ളത് തന്നെ മാറ്റി വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതിന് എത്രമാത്രം മൂല്യമുണ്ട്, എത്രമാത്രം കാര്യങ്ങൾ അതിനകത്തില്, അല്ലെങ്കിൽ ഭൗതികപരമായിട്ട് തന്നെ നോക്കിയാൽ അതിനെ എത്രമാത്രം നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏകാദശി വ്രതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്രതം അനുഷ്ഠിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏകാദശി വ്രതം നോക്കുക, പല പല ഫാസ്റ്റിംഗ് ഉണ്ട് ഏകാദശിക്ക്, അങ്ങനെ ഇങ്ങനെ ചെയ്യണം. ഈ ഏകാദശി വ്രതം പ്രോപ്പറായിട്ട് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് മോഡേൺ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്ന 2016 നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്ന ഒരു ജപ്പാൻ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്, അത് ആ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന്. അതായത് അത് സയന്റിഫിക് ആയിട്ട്, ഇത് എത്ര പേര് വായിച്ചിട്ടുണ്ട്, ഈ ഒരു ന്യൂസ് എത്ര പേര് കണ്ടിട്ടുണ്ട്? മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, കൈ ഉയർത്തിയായിട്ട്. ഹരേ കൃഷ്ണ. ആരും ഇല്ലേ? കണ്ടവരാരും ഇല്ലേ? ഈ ന്യൂസ് കേട്ട ആരും? യെസ്, ഒരാൾ കണ്ടിട്ടുണ്ട്, മായാതീത മാതാജി കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 2 minutes കൊണ്ട് അത് പറയാൻ എന്താണെന്ന്. അതായത് ജപ്പാൻ സയന്റിസ്റ്റ്, നിങ്ങൾക്കെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്യാം ഞാൻ ഈ പറയുന്നത് കറക്റ്റ് ആണോ എന്ന്. അയാളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മുടെ വായിൽ നിന്നും കടിച്ചപ്പെടാത്ത പേരുകളാണ്. ജപ്പാൻ സയന്റിസ്റ്റ്. അദ്ദേഹം 2016 നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക കണ്ടുപിടുത്തത്തിന് വേണ്ടിയാണ്. ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെൽസ് ആണ്. ആ ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്തെ ആ ഏരിയയിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ അത് എന്താ പറയാ, അത് ക്യാൻസറിന് കാരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെഡ് സെൽസിനെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് തന്നെയുണ്ട്. പക്ഷെ ശരീരത്തിന് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രധാന കാരണം, നമ്മുടെ ശരീരത്തിനുള്ള എനർജി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾക്കാണ്. മോസ്റ്റ് ഓഫ് ദി എനർജി ഇൻ അവർ ബോഡി. അതിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്നത് സംസാരിക്കുന്നതിനാണ്, ടോക്കിംഗ്, നമ്പർ 1. സെക്കൻഡ്, നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് ഡൈജഷൻ. തേർഡ് ഈസ് അവർ സെക്ഷൽ ആക്ടിവിറ്റീസ്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജീസ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. സംസാരിക്കുന്നത് ബെസ്റ്റ് ആണ്. 2, ഡൈജഷൻ, ആഹാരം ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക. അത് പറയല്ലോ, ആഹാരത്തിനെ മരുന്ന് പോലെ കഴിച്ചാൽ, കഴിച്ചില്ലെങ്കിൽ മരുന്ന് പോലെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെ എന്ന് പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ്. അപ്പോ ഇതിൽ പറയുന്നത് എക്സാക്ട്ലി അദ്ദേഹം ഏകാദശി എന്ന് പറയുന്നില്ല, പക്ഷെ വൺസ് ഇൻ 15 days അദ്ദേഹം പറയുന്നത്, വൺസ് ഇൻ 15 days നിങ്ങൾ നിർജ്ജല വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ആ ശരീരം, ആ ഡൈജഷന് ഉള്ള പവർ, അന്നത്തെ ദിവസം നമ്മൾ ആഹാരം കഴിക്കുന്നില്ല, തലേദിവസം രാത്രി ആഹാരം കഴിച്ചാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത്, ഓൾമോസ്റ്റ് 36 hours ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം പോലും പോകാത്ത സ്ഥിതിക്ക് നമ്മുടെ ശരീരത്തിന്റെ എനർജി നമ്മുടെ ശരീരത്തിനെ റീകൂപ്പ് ചെയ്യാനായിട്ട്, റിജവനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. റിജവനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നമ്മൾക്ക് വയറ്റിലോട്ട് ചെല്ലാത്ത സ്ഥിതിക്ക്, അപ്പോൾ വയറ്റിൽ ചെല്ലുമ്പോൾ അതിനാവശ്യമുള്ള പോഷകങ്ങൾ ആഹാരത്തിൽ നിന്ന് ശരീരം എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശരീരം നോക്കുമ്പോൾ പ്രവർത്തനം ആവശ്യമായിട്ട് റെഗുലറായിട്ട് നടക്കണം. അപ്പൊ അങ്ങനെ റെഗുലറായിട്ട് നടക്കുന്ന സമയത്ത് അതിന് ആവശ്യമായ പോഷകങ്ങൾ ആഹാരത്തിന്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലാത്തപ്പോൾ ഗ്ലൂക്കോസ് കുറയുന്നു.
അങ്ങനെ കുറയുന്ന സമയത്ത് ശരീരം നമ്മളിൽ അടങ്ങിയിരിക്കുന്ന എക്സസ് ഫാറ്റ് അതുപോലെ തന്നെ ഡെഡ് സെൽസിനെ നിന്ന് എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഡെഡ് സെൽസ് എടുക്കും, അതിൽ നിന്ന് നമ്മൾ എനർജി എടുക്കുന്നു. അതുപോലെ തന്നെ എക്സസ് ഫാറ്റിൽ നിന്നും ആ എനർജി എടുക്കുക. അപ്പൊ 36 hours കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് എക്സസ് ഫാറ്റും ഒരുപാട് ഡെഡ് സെൽസും ശരീരം തന്നെ കവർന്നെടുക്കുന്നു. അങ്ങനെ അതിനെ ആ ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യാൻസർ ഉണ്ടാവില്ല എന്ന കണ്ടുപിടുത്തമാണ് ജാപ്പാൻ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. അങ്ങനെ അതുകൊണ്ടാണ് once in 15 days നമ്മൾ ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാം വളരെ ലിവറേജ് ആയിട്ട് എടുത്തിരിക്കും. എത്ര പേര് എല്ലാ ഏകാദശി നിർജ്ജലം നോക്കുന്നവരുണ്ട്? ഏകാദശി വ്രതം നോക്കുന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തിയാട്ട്. ഏകാദശി വ്രതം നോക്കുന്നവർ കൈ ഉയർത്തിയാട്ട്. കൈ ഉയർത്തുന്ന ആരും കൈ ഉയർത്തുന്നില്ലല്ലോ. യെസ്. എല്ലാവരും ഉറങ്ങുവാണോ അതോ ക്ലാസ് വേറെ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും? ഹരേ കൃഷ്ണ. ബീന മാതാജി, എല്ലാവരും നോക്കുന്നുണ്ട്. എല്ലാരും ഉറങ്ങി കൈ ഉയർത്താൻ പറയുന്ന. ഹരേ കൃഷ്ണ. അപ്പോ ഏകാദശി വ്രതം നിർജ്ജലം നോക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ ഏകാദശിയും നിർജ്ജലം നോക്കുന്നവർ. ഓ, ഗൗരവപ്രിയ മാതാജി, കൺഗ്രാചുലേഷൻസ്, വെരി ഗുഡ്. മാതാജി എല്ലാ ഏകാദശിയും ആണോ? ഹരേ കൃഷ്ണ. മാതാജി എല്ലാ അതെയോ? കൈ ഉയർന്നിരിക്കുന്നു. അതെ, ശ്രീല പ്രഭുപാദ് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ശ്രീല പ്രഭുപാദ് ഏകാദശി വ്രതം, ഈ വ്രതം നോക്കി ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ഈ വ്രതത്തിനെ കുറിച്ചിട്ടൊന്നും എന്താണെന്ന് പോലും അറിയാത്തതായിട്ടുള്ള യൂറോപ്യൻസും വെസ്റ്റേണേഴ്സിന് വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദ് നിങ്ങൾക്ക് അതും ഇതും കഴിക്കാമെന്ന് അനുവാദം കൊടുത്തിരിക്കുന്നത്. ബട്ട് ആസ് ആൻ ഇന്ത്യൻസ് ഷുഡ് ഒബ്സർവ് നിർജ്ജല ഏകാദശി എന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു 3 വർഷം മുമ്പ് വരെ കംപ്ലീറ്റ് ഏകാദശി നിർജ്ജലം നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനുശേഷം പിന്നെ കുറച്ച് ഡയബറ്റിക്കിന്റെ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് ഐ ജസ്റ്റ് സ്റ്റോപ്പ് ദാറ്റ്. അപ്പോൾ എല്ലാ ഏകാദശിയും നിർജ്ജലം നോക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് അത്രമാത്രം എനർജി നമുക്ക് ശരീരത്തിലുണ്ടാവും. അതായത് നമ്മുടെ ക്യാൻസറസ് സെൽസ്, ഡെഡ് സെൽസിനെ എല്ലാം നശിപ്പിക്കാനും, കാരണം അതിനുള്ള ശക്തി ശരീരത്തിലുണ്ട്. മായമാതാജി എന്താണ് ചോദിക്കാനുള്ളത്? അത് പ്രഭുജി, അത് മുസ്ലിംസിന്റെ നോമ്പിനെ പറ്റി പറഞ്ഞിട്ടാണ് ക്യാൻസർ മുസ്ലിംസിന് കുറവാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഠനം നടത്തിയിട്ടാണ് ആ സയന്റിസ്റ്റ് അതിലെത്തിയത്. പക്ഷെ അതില് എനിക്ക് ഓക്കെ, ഒരു പക്ഷെ ആയിരിക്കാം. മുസ്ലിംസ് നോക്കുന്നത് പക്ഷെ 1 മാസം കംപ്ലീറ്റ് ആണല്ലോ, 1 മാസം കണ്ടിന്യൂസ് നോക്കുക. അപ്പൊ 1 വർഷത്തെ കംപ്ലീറ്റ് എന്താ പറയാ ഫാറ്റ് ഈ 1 മാസം കൊണ്ട് നടക്കുന്ന അങ്ങനെയല്ല. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. മേ ബി ദാറ്റ് ഓൾസോ കുഡ് ബി ഫൈൻ, ശരിയായിരിക്കും. പക്ഷെ ഇദ്ദേഹം കണ്ടുപിടിച്ചത് once in 15 days ആണ്. once in 15 days ഉള്ള ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ വായിച്ചിരുന്നത്. അതന്നെ. അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ ഹിന്ദുസും ഇങ്ങനെ മന്തിൽ 2 ടൈംസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെള്ളം പോലും കുടിക്കരുത്. ശരിക്കും നിർജ്ജലം എടുത്താലും മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, നിർജ്ജലത്തിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. കറക്റ്റ്. അപ്പോൾ പക്ഷെ വേറൊരു കാര്യമുണ്ട്. മുസ്ലിംസ് തന്നെ അവരുടെ ഈ റംസാന്റെ ഫാസ്റ്റിങ്ങിന് അവർ രാവിലെ മുതൽ വൈകിട്ട് വരും. 12 hours ഉള്ളൂ, 12 or 13 hours ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവര് വെട്ടി വിഴുങ്ങുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അത്രയ്ക്ക് എഫക്ട് വരുന്നില്ല. എനിവേ ദാറ്റ്സ് ഫൈൻ, ഇറ്റ്സ് നോട്ട് അവർ ദിസിങ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ചെറിയൊരു ഫാസ്റ്റിന് പോലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെമഡീസ് ആണ് നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സ്പിരിച്വലിയും നമ്മൾ ഹെൽത്ത് വൈസും നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐ എം ജസ്റ്റ് സേയിങ് there is one ഒരു എക്സാമ്പിൾ മാത്രം പറയണം. ഇതുപോലെ ധാരാളം നമ്മുടെ ശാസ്ത്രങ്ങളിൽ എല്ലാ തരത്തിലും നമുക്ക് ഉന്നതി ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാനായിട്ട് എപ്പോഴും ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഈ യഥാരൂപം എന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് അതിനെ പ്രോപ്പർ അതിന്റെ അൺഅഡൾട്ടേർഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നത്, ശ്രീ പ്രഭുപാദ് ഇവിടെ പറയുന്നത്, ഇതുപോലുള്ള മിസ്കൺസെപ്ഷൻസിൽ നമ്മൾ
അടിമപ്പെട്ടു പോകരുത്. ഉപനിഷത്തുകളിൽ താഴെ പറയുന്ന 11 എണ്ണം പരമപ്രാധാന്യം അർഹിക്കുന്നു. ഈശ, കേന, കഠോപനിഷത്ത്, പ്രശ്ന, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യ, ഐതരേയ, ചാന്തോഗ്യ, ബൃഹദാരണ്യക, ശ്വേതാശ്വതര എന്നിവയാണ്. മുക്തികോപനിഷത്തിലെ 30 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങൾ 108 ഉപനിഷത്തുകളെ കുറിച്ച് വിവരിക്കുന്നു. അവ ചുവടെ ചേർക്കുന്നു. ഈശോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്. നമ്മളത് ഫുള്ളി നമ്മൾ വായിക്കുന്നില്ല. 108 ഉപനിഷത്തുകളെ കുറിച്ചിട്ട് ഇവിടെ ശില പ്രഭുപാദയുടെ പേര് പറയുന്നുണ്ട്. ഏതൊക്കെ ഉപനിഷത്തുകളാണ് 108 എണ്ണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ. അപ്പോ അത് ഞാൻ ഫുള്ള് വായിക്കുന്നില്ല, കാരണം ഒരുപാട് നമ്പേഴ്സ് നമുക്കുള്ളതുകൊണ്ട് സമയം നിങ്ങൾക്കുള്ളപ്പം എപ്പോഴും വായിക്കാം. 109 ശ്ലോകം. ഗൗണവൃത്തേയേ ഭാഷ്യകാരീല ആചാര്യ താഹാരാശ്രവണേ നാശഹായ സർവകാര്യ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് കുറച്ച് വിഷമം തോന്നും കേട്ട് കഴിഞ്ഞാൽ. നോക്കാം എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. എന്തായാലും ശ്രീപാദ ശങ്കരാചാര്യർ വേദശാസ്ത്രങ്ങളെ പരോക്ഷമായ അർത്ഥങ്ങളിലൂടെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇത്തരം വിവരണങ്ങൾ ശ്രവിക്കുന്ന ഒരുവൻ നാശമടയുന്നു. അപ്പൊ അത് ശങ്കരാചാര്യ ഫിലോസഫിയെ അബ്രപ്റ്റ്ലി ശ്രീ ചൈതന്യ മഹാപ്രഭു എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിന് അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. തീർച്ചയായിട്ടും അതിന് റെസ്പെക്ട്ഫുള്ളി അദ്ദേഹം പറയുന്നത് എന്താണ്? ദോഷ ഈശ്വരാജ്ഞാപാന ഗൗണാർത്ഥകരീല മുഖ്യ അർത്ഥ ആച്ഛാദീയ. ഇത് ശങ്കരാചാര്യരുടെ തെറ്റല്ല. ഭഗവാന്റെ ആജ്ഞാനുസരണമാണ് അദ്ദേഹം വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെ മറച്ചത്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, ശങ്കരാചാര്യരുടെ ഭാഷ്യം കേൾക്കുന്ന ഒരുവന് നാശമാണ് ഉണ്ടാവുന്നത്. എന്നാൽ അത് ശങ്കരാചാര്യരുടെ തെറ്റല്ല, മറിച്ച് ഭഗവാന്റെ ആജ്ഞപ്രകാരം ശങ്കരാചാര്യർ എഴുതിയതാണ്. അങ്ങനെ യഥാർത്ഥമായ ഗ്രന്ഥങ്ങളുടെ ജ്ഞാനത്തെ അദ്ദേഹം മറച്ചു വെച്ചു. അത് ഭഗവാന്റെ ആജ്ഞപ്രകാരമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ശങ്കരാചാര്യര് എന്തുകൊണ്ടാണ് ഭഗവാന്റെ ആ യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് മറച്ചു വെക്കാനുള്ള കാരണം? ഇറ്റ്സ് ലൈക്ക് എ ക്രോണോളജിക്കൽ ഒരു ഓർഡറാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രീ ശങ്കരാചാര്യ ശ്രമിച്ചത്. ആ സിസ്റ്റമാറ്റിക് ഡെവലപ്മെന്റിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിരുന്നു ശങ്കരാചാര്യർ. അതായത് ഭഗവാൻ കൃഷ്ണൻ ഭൗതിക ലോകത്തിലെ ലീല അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ശ്രീമദ് ഭാഗവത്തില് ഫസ്റ്റ് ക്യാൻറ്റോയില് ഐ തിങ്ക് 2nd or 3rd ചാപ്റ്ററില് പറയുന്നുണ്ട്, ഭഗവാൻ തിരിച്ച് സ്വധാമത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ ധർമ്മവും ജ്ഞാനവും കൊണ്ടാണ് പോകുന്നത്. ധർമ്മവും ജ്ഞാനവും കൊണ്ട് ഭഗവാൻ പോകുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടെ കൊണ്ടുപോയതിനു ശേഷം ഭൂമിയില് കംപ്ലീറ്റ് അധർമ്മമാണ്. ഏത് പാണ്ഡവര് പോയി, പാണ്ഡവരും തിരിച്ചു ചെന്നതിന് ശേഷം പരീക്ഷിത് മഹാരാജാവിൻ്റെയും കാലശേഷം സംഭവിച്ചത് കലിയുഗത്തിന്റെ പ്രാരംഭം മുതൽക്ക് കംപ്ലീറ്റ് അധാർമികപരമായ പ്രവർത്തനങ്ങളാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നത്. ഈവൻ എന്തുകൊണ്ടാണ് ധർമ്മം എന്ന വാക്കിനെ അവര് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു. തെറ്റായ രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ധർമ്മമെന്ന് ഞാൻ പറയുന്നു, അടുത്ത ആൾ ചെയ്യുന്നതാണ് ധർമ്മമെന്ന് അവര് പറയുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായ ധർമ്മം എന്ന രീതിയിൽ അവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്തു വന്നപ്പോ ഈവൻ മാംസഭക്ഷണവും അതെല്ലാം തങ്ങളുടെ ധർമ്മമാണ് എന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തു. അങ്ങനെ മൃഗങ്ങളെയും പശുക്കളെയും കോഴികളെയും ആടിനെയും ഒക്കെ കൊല്ലുന്നതിന് ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇല്ലാതെ അധാർമികപരമായി ലോകം താഴോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ സ്വയം ശ്രീബുദ്ധന്റെ രൂപത്തിൽ വന്നു. കാരണം ആ സമയത്ത് ഉള്ള വ്യക്തികളോട് ചെന്ന് ഭഗവത് പ്രേമത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല. അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് നീചമായ ഒരു അവസ്ഥയിലായിരുന്നു അന്നത്തെ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ശ്രീബുദ്ധന്റെ രൂപത്തിൽ വന്നിട്ട് നിങ്ങൾ ശാസ്ത്രങ്ങളെ കംപ്ലീറ്റ് തിരസ്കരിച്ചെന്ന് പറഞ്ഞു. കാരണം ശാസ്ത്രത്തിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളെ ഒന്നും വിശ്വസിക്കേണ്ട,
അതിനെ കംപ്ലീറ്റ് തിരസ്കരിച്ചേരെ. ജസ്റ്റ് ബിലീവ് ഇൻ അഹിംസ. അഹിംസയിൽ മാത്രം വിശ്വസിക്കൂ എന്ന ഇൻസ്ട്രക്ഷനാണ് ശ്രീബുദ്ധൻ അന്ന് ലോകത്തിന് കൊടുത്തിരുന്നത്. വേദങ്ങളെ കംപ്ലീറ്റ്, അതുകൊണ്ടാണ് ഇന്നും ബുദ്ധമത സംസ്കാരം നമ്മളുടെ വേദഗ്രന്ഥങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ശ്രീബുദ്ധന്റെ മാത്രം ജീവചരിതം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, അത് ആ ഗ്രന്ഥം മാത്രമേ അവര് ഉപയോഗിക്കുകയുള്ളൂ. വേദശാസ്ത്രങ്ങളെ അവർ തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന കാര്യമേ ഇല്ല. അങ്ങനെ വേദഗ്രന്ഥങ്ങളെ മുഴുവൻ നിർത്തി ഭൂമിയിൽ നിന്ന് ഓൾമോസ്റ്റ് വേദഗ്രന്ഥങ്ങൾ ഇല്ലാത്ത, അറിയുന്ന ആൾക്കാരില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു. ബുദ്ധമതം വളരെ അധികം പ്രചരിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ സാക്ഷാൽ മഹാദേവനോട് പറഞ്ഞു, ഇനി നീ പോകൂ, ഇനി അങ്ങ് പോയാട്ട്. മഹാദേവൻ അങ്ങനെ ശങ്കരാചാര്യന്റെ രൂപത്തിൽ വന്ന് ഇവിടെ അന്ന് പിന്നെ ഭൂമിയിൽ കുറച്ച് അഹിംസാ തത്വം പാലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ, അപ്പോഴും അവരുടെ ഹൃദയം ഭഗവത് പ്രേമത്തെക്കുറിച്ച്, രാധാകൃഷ്ണ പ്രേമത്തെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരായിരുന്നു. കാരണം അവർ അഹിംസ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യരോട് പറഞ്ഞു, നീ അതിനെ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മുകളിലോട്ട് കൊണ്ടുവന്നാട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മഹാദേവനെ വിട്ടപ്പോ ശങ്കരാചാര്യർ ഇവിടെ വന്നിട്ട് അങ്ങനെ ഈ ഫിലോസഫി, വേദശാസ്ത്രങ്ങളുടെ ഒറിജിനൽ ഫിലോസഫി കൊടുക്കാതെ അദ്വൈത സിദ്ധാന്തത്തെ അദ്ദേഹം പ്രചരിപ്പിച്ചു. അപ്പോ അന്നുള്ള ജനറേഷനെ ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് കൊണ്ടുവരികയാണ് ശങ്കരാചാര്യർ ചെയ്തത്. അപ്പോഴും അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവത് രാധാകൃഷ്ണ പ്രേമത്തെക്കുറിച്ചോ ഭഗവാനോടുള്ള പ്രേമഭക്തിയെക്കുറിച്ചോ മാധുര്യ ഭാവത്തിനെ കുറിച്ചോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അന്നും ആൾക്കാര് അഹിംസ മാത്രം പാലിച്ചു വരുന്നു. ഒരു ചെറുതായിട്ട് ഒരു സ്റ്റെപ്പ് ഡെവലപ്പായി. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കുകയാണ് ശ്രീ ശങ്കരാചാര്യർ ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു. അതിനുശേഷം മാധവാചാര്യൻ വന്നു. മാധവാചാര്യൻ വന്ന് അവരെ ഭഗവാനോടുള്ള പ്രേമഭക്തിയെക്കുറിച്ച് ഒരു ഇൻഫോർമേഷൻ കൊടുത്തു. ഓക്കെ, ശങ്കരാചാര്യർ പോകുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, യെസ് ഡൺ ഹിസ് ഡ്യൂട്ടി. കാരണം തികഞ്ഞ ഭഗവത് ഭക്തനാണ് ശങ്കരാചാര്യ മഹാദേവൻ. അദ്ദേഹത്തിന് ഭഗവാൻ പറഞ്ഞു, നീ അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, അദ്വൈത സിദ്ധാന്തം പറഞ്ഞ് ഒറിജിനൽ ഫിലോസഫി മറച്ചു വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞെങ്കിലും ഉള്ളിലുള്ളത്, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. എന്താണ് നിങ്ങളുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് നമുക്ക്, എന്തുകൊണ്ടാണ് നമ്മൾ ഹൈ ലെവൽ ഡിവോട്ടീസ്, മഹാജന്മാരുടെ വായിൽ നിന്നുള്ള കഥകൾ, പ്രവചനങ്ങൾ കേൾക്കണമെന്ന് പറയാനുള്ള കാരണം? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടായിരിക്കും അത് പറയണം? അങ്ങനെ ഗുരു മഹാരാജാന്റെ, ശിലപ്രഭുപാദിന്റെ, അതുപോലെ മറ്റുള്ള മഹാരാജാക്കന്മാരുടെ ഒക്കെ പ്രവചനങ്ങൾ കേൾക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? പരമ്പരയിലൂടെ വന്നതുകൊണ്ട്. വെരി ഗുഡ് പോയിന്റ്. യെസ്, നെക്സ്റ്റ്. വേറെ ആർക്കെങ്കിലും? അവർക്ക് പരമസത്യത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നുകൂടെ പറയണമോ? അവർക്ക് പരമസത്യത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. പരമസത്യത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, യു ആർ നിയർ ബൈ സംവെയർ. ഒന്നുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്യാമോ? ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. നല്ലൊരു പോയിന്റ് ആണ് പ്രഭു പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ചാല് വേദാന്ത സൂത്രത്തിലെയും ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അവര് ഫോളോ ചെയ്യാം. അത് കറക്റ്റ് ആണ്. ടു റീസൺസ് ആക്ച്വലി. രണ്ട് കാര്യങ്ങളാണ് ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം എന്നുള്ള പ്രധാനം. ഒന്ന്, ദേ സേ ദ റിയലൈസ്ഡ് നോളജ്. അവര് പ്രഭാഷണത്തിൽ കൂടി തരുന്നത് റിയലൈസ്ഡ് നോളജ് ആണ്, എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. ഒരു സ്വയം അനുഭവിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചുമ്മാ ഒരാൾ പറഞ്ഞിട്ട് യാതൊരു അർത്ഥമില്ല. നോ യൂസ്. നമ്മൾ ഇതുവഴി കേട്ട് ഇതുവഴി പോകത്തേ ഉള്ളൂ. പക്ഷെ ഒരു എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ് എങ്കിൽ ദാറ്റ് ഹാസ് എൻ ഇമ്പാക്ട്. ദാറ്റ്സ് വൺ റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥാമൃത പ്രഭു പറഞ്ഞതിനോട് 50% 80% അത് പോയിന്റ് വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് അവരുടെ ഹൃദയത്തിലുള്ള ആ ഭാവം, ആ ഹൃദയത്തിലുള്ളത് അവർക്ക് ഒളിച്ചു വെക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് വിൽ കം ഔട്ട് വൺ ഡേ. ഒരു സമയം അത് വെളിയിൽ വന്നിരിക്കും.
ആ സമയത്ത് നമ്മൾ അത് കേൾക്കാൻ തയ്യാറാണ്, കേൾക്കാൻ നമ്മൾ ഉണ്ടാവണം. അത് എപ്പോഴാ യഥാർത്ഥത്തിൽ വരുന്ന പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് they will always say that. No, എപ്പോഴും അത് പറയില്ല. ഒരു പ്രാവശ്യം അതായത് ചില സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആരുടെയെങ്കിലും പ്രഭാഷണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു വ്യക്തിയുടെ പ്രഭാഷണം, ഗുരു മഹാരാജിന്റെ, പ്രഭുപാദിന്റെ ഏതെങ്കിലും ഒരു ലെക്ചർ നമ്മൾ കണ്ടിന്യൂസ് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വൺ ഡേ യു ലിസൺ സച്ച് എ ലെക്ചർ. ആ പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഭാവം വന്ന് കണ്ണുകളിൽ കൂടി അതായത് കണ്ണുനീരൊഴുകുകയും ഒരു ഭാവ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. സോ ദേ കനോട്ട് സ്റ്റോപ്പ് ദംസെൽവ്സ്. ഒരു ദിവസം അത് വെളിയിൽ വരും. ആ വെളിയിൽ വരുന്ന ദിവസം നമ്മൾ കയറി പിടിക്കാൻ നമ്മൾ അവിടെ ഉണ്ടാവണം. ദാറ്റ് ഈസ് ദ റീസൺ ദാറ്റ് വി ഷുഡ് ഓൾവേസ് ഹിയർ ദ ലെക്ചേഴ്സ് ഓഫ് റിയലൈസ്ഡ് സോൾസ്. അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ പ്രഭാഷണത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. സോ കഥാപ്രഭു, താങ്ക് യു സോ മച്ച് പ്രഭു, യു ആർ ഓൾമോസ്റ്റ് നിയർ ടു ദാറ്റ്. ഒരു ചെറിയൊരു ഒന്ന് മോഡിഫൈ ചെയ്താൽ മാത്രമേ. താങ്ക് യു, വെരി ഗുഡ്. സോ അപ്പോ അത് ആ ഒരു രീതി, അപ്പൊ അത് തന്നെയാണ് ശങ്കരാചാര്യർ. ഞാൻ പറയാം, ശങ്കരാചാര്യര് he couldn't resist himself from revealing what the real knowledge is. അദ്ദേഹം ഭഗവാന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ പ്രകാരം അദ്ദേഹം അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചാൽ മതി. പക്ഷേ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂ, അല്ലയോ വിഡ്ഢി. നമ്മളെ വിഡ്ഢികളായിട്ട് വിളിക്കുക. അപ്പം ശങ്കരാചാര്യ ഫിലോസഫി കേൾക്കുന്ന നിങ്ങൾ വിഡ്ഢിയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. He's saying in an indirect way that if you listen to my Advaita Siddhanta, you are a fool. കാരണം അതിഭയങ്കരമായ അതിമനോഹരമായ ജഗന്നാഥ അഷ്ടകം എഴുതിയത് ആരാ? ശങ്കരാചാര്യർ. എത്ര മനോഹരമായിട്ടാണ് ആ ജഗന്നാഥനെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ബദ്രീനാഥിലെ ഭഗവാൻ ബദ്രികാശ്രമത്തില് നാരായണനെ പ്രതിഷ്ഠിച്ചതാരാ? ശങ്കരാചാര്യർ. ജഗന്നാഥ് ബലദേവ് സുഭദ്രമായിയുടെ യഥാർത്ഥ പ്രതിഷ്ഠ നടത്തിയതാരാ? ശങ്കരാചാര്യർ. അപ്പൊ 4 ധാമത്തിലെയും പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യർ. ഭഗവാനെ കുറിച്ച് പ്രകീർത്തിച്ച ജഗന്നാഥ അഷ്ടകം എഴുതിയത് അദ്ദേഹമാണ്. ഭജഗോവിന്ദം പാടിയത് അദ്ദേഹമാണ്. ഗീതാധ്യാനം അല്ലെങ്കിൽ ഗീതാ മഹാത്മ്യം എഴുതിയ ശങ്കരാചാര്യ. എന്താ എഴുതിയത്? ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. It is only one duty, that is service to you. Only one mantra, chant the holy name of Krishna. ഒരേ ഒരു എന്താണ് ഗ്രന്ഥം, that is ഭഗവത്ഗീത. ഭഗവത്ഗീത എന്താ പറയുന്നത്? അൾട്ടിമേറ്റ് ഡിവോഷൻ, ഭക്തിയുത സേവനത്തിനെ കുറിച്ച് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. സോ ശങ്കരാചാര്യർക്ക് ആ യഥാർത്ഥ നോളജ് പറയാനല്ല അപ്പൊ ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? ശങ്കരാചാര്യരെ അതിനെക്കുറിച്ച് കുറ്റം പറയണ്ട. കാരണം ഭഗവാൻ Lord Krishna sent Shankaracharya, Lord Mahadeva in the form of Shankaracharya to spread Advaita by covering the real portion, real knowledge. ശാസ്ത്രത്തിന്റെ ഇത് ശങ്കരാചാര്യരുടെ തെറ്റല്ല, ഭഗവാന്റെ ആജ്ഞാനുസരണമാണ് അദ്ദേഹം വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെ മറച്ചു വെച്ചത്. അതാണ് മെർജിങ് ഇൻ ടു ദ ബ്രഹ്മൺ വരെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഇതൊന്നുമല്ല, പ്ലീസ് ഡോണ്ട് ലിസൺ ടു ഓൾ ദിസ്, ജസ്റ്റ് ഗോ ടു ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ലോർഡ് കൃഷ്ണ. മുകുന്ദനെ ഭജിക്കുക. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഏകോ ദേവോ ദേവകീ പുത്രയേവ, ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ആ ഫിലോസഫിയിലേക്ക് അദ്ദേഹം കൊണ്ടു നിർത്തുക ചെയ്തത്. ഇതില് എന്താ പറയാ, ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട് ഒരു ശ്ലോകം. he's talking about ഭഗവത്ഗീത. anybody remembers that? ഒരു ഡ്രോപ്പ് ഗംഗാജലം കുടിക്കുകയും ഒരു ശ്ലോകം ഭഗവത്ഗീതയിലെ എന്താണ്? anybody remembers that? ലവകണിക
പീത. എന്താ മതി? ഗംഗാജലം ഇത് കിഞ്ചിത ഗീത, കിഞ്ചിത ഗീത എന്താണ്? I forgot, miss. Let me just search for that. Hare Krishna. Sorry, thanks to Google Guru. Bhagavad Gita Kinchita Dita. Ayyo. Bhagavad Gita Kinchita Dita. Kinchita Dita. Bhagavad Gita Kinchita Dita. Yes, there you go. Thanks, Google Guru. Thanks, Google Guru. Bhagavad Gita Kinchita Tirtha. Sorry, Kinchita Tirtha Ganga Jalalapi Kanika Pitha Sukrutapi Yena Murari Sarchana Kriyate Tasya Yamena Charcha. Very beautiful shot. Note it. Shankaracharya എഴുതിയതാണ്. അപ്പോ ഇത് ശങ്കരാചാര്യ എഴുതിയപ്പോൾ എവിടെ അദ്വൈത സിദ്ധാന്തം അതൊക്കെ പോകാൻ പറ. ഭഗവത്ഗീത കിഞ്ചിത തീർത്ഥ, അതായത് ഒരു ലെവലേശം, ഒരു അല്പം, ഒരു ശ്ലോകം ഭഗവത്ഗീതയുടെ വായിച്ചിട്ടുള്ളവന് ഗംഗാജലലപി കണികാ പീഠ, ഒരു ഡ്രോപ്പ് ഗംഗാജലം കുടിച്ചിട്ടുള്ളവന് സുകൃതപിയേന മുരാരി സമർച്ച, അതായത് ഭഗവാൻ മുരാരിയെ ഓർത്തിട്ടുള്ളവന്, അല്പം ഭഗവാൻ മുരാരിയെ ഓർത്തിട്ടുള്ളവന് നോ നീഡ്, അതായത് ക്രിയതേ തസ്യ യമേന ന ചർച്ച, യമരാജാവുമായിട്ടൊരു ചർച്ച ചെയ്യേണ്ട അവസരം ഉണ്ടാവില്ല. യമരാജാവ് ചർച്ച എപ്പോഴാണ് ഉണ്ടാവുന്നത്? നരകത്തിൽ പോകുമ്പോൾ. കർമ്മഫലങ്ങളെല്ലാം അനുഭവിക്കുന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിലാണ് ഡിസൈഡ് ചെയ്യുന്നത് ആര് എവിടെ പോകണം, എങ്ങനെ പോകണം, എപ്പോൾ പോകണം, ഏത് നരകത്തിലോടാണ് പോകേണ്ടത്. നമ്മുടെ മുകുന്ദമാല സ്തോത്രത്തിൽ പറയുന്ന പോലെ എന്താണ്, ദാറ്റ് ലൈക്ക് നരക ഇൻ ദ ഫോം ഓഫ് എ കുംഭ, അതിനൊരു പേര് പറയുന്നുണ്ട്, കുംഭിഭാഗ എന്ന് പറയുന്ന ആ നരകത്തിലൊക്കെ പോയി കിടക്കേണ്ടതായിട്ടുള്ള ഡിസ്കഷൻ. ആ സമയത്ത് ഞാൻ ഇന്നത് ചെയ്തു, എന്നോട് ക്ഷമിക്കണേ, ഒരു ക്ഷമയില്ല, പോയേ പറ്റൂ. സോ യു ഡോണ്ട് ഹാവ് ടു മീറ്റ് യമരാജ. എന്ത് ചെയ്താല്? ഭഗവത്ഗീത കിഞ്ചിത തീർത്ഥ ഗംഗാ ജലലപി കണികാ പീഠ സുകൃതപിയേന മുരാരി സമർച്ച. ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭഗവത്ഗീത ഒരു ശ്ലോകം ചൊല്ലിട്ട് ഒരു ശ്ലോകമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഗംഗാജലം ഒരു ഡ്രോപ്പെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ, മുരാരിയെ ഒരു പ്രാവശ്യമെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ, so we are succeeded. Krishna, as per Shankaracharya, we are succeeded, right? Okay, so that is a beauty. So മഹാപ്രഭു പറയുന്നത് ശങ്കരാചാര്യരുടെ വിവരണങ്ങൾ കേൾക്കുന്നവൻ നാശമടയുന്നത്. മഹാപ്രഭു മാത്രമല്ല, ശങ്കരാചാര്യ സ്വയം പറഞ്ഞു, എന്താണ്? ഓ ഫൂൾ, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമ്മൾ വിഡ്ഢികളാണ് ശങ്കരാചാര്യ ഫിലോസഫി വായിച്ചുകൊണ്ടിരുന്നാൽ. യു ഗോ അറ്റ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ലോർഡ് കൃഷ്ണ. സോ വെരി സിമ്പിൾ. അപ്പൊ മഹാപ്രഭു പറയുന്നത് ശങ്കരാചാര്യയുടെ തെറ്റല്ല, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അദ്ദേഹം ചെയ്തു. അതിനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്. സോ മാധവാചാര്യ വന്നു, he gave a tinge of കൃഷ്ണ പ്രേമ. then സാക്ഷാൽ മഹാപ്രഭു വന്ന് he gave it in a complete out of his mercy he spread the Krishna prema to the whole world. So thanks to Chaitanya Mahaprabhu, was he's the one who brought into, ഞാൻ പല ക്ലാസ്സിൽ ചോദിക്കാനുള്ള ചോദ്യമാണ്, ആരാണ് ആദ്യം രാധാകൃഷ്ണ പ്രേമത്തിനെ കുറിച്ച് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ആദ്യം പറയാം. കൈ ഉയർത്തിയാൽ മതി, ആരും പറയരുത്, ഓപ്പൺ ചെയ്ത് പറയരുത്. ജസ്റ്റ് റേസ് യുവർ ഹാൻഡ് ഇഫ് യു നോ. രാധാകൃഷ്ണ പ്രേമത്തെ കുറിച്ച് ആദ്യം പറഞ്ഞത്, യെസ്, വെരി ഗുഡ്, ഒരാൾക്കറിയാം, 2 പേർക്കറിയാം, വിഷ്ണുപ്രിയ മാതാജി, മായാലളിത മാതാജി. വേറെ ആർക്കറിയാം? ആരാണ് മായാമാതാജി? ആചാര്യരാണോ പ്രഭു? അല്ലല്ലോ. വിഷ്ണുപ്രിയ മാതാജി? ഗോസ്വാമി, ജയദേവ ഗോസ്വാമി. ഒരു ചാൻസ് കഴിഞ്ഞു. വിഷ്ണുപ്രിയ മാതാജി. ഞാൻ പറഞ്ഞു ജയദേവ. യെസ്, അല്ല, മായാമാതാജിയുടെ പറഞ്ഞ ഒരു ചാൻസ് കഴിഞ്ഞു. മാതാജി പറഞ്ഞു. ജയദേവ ഗോസ്വാമിയാണ് ആദ്യം രാധാകൃഷ്ണ പ്രേമത്തെ കുറിച്ചിട്ട് നമ്മുടെ ഈ ലോകത്തിന് റിവീൽ ചെയ്ത വ്യക്തി. അതിനുശേഷം മഹാപ്രഭു
കംപ്ലീറ്റ് ലോകത്തിന് അത് പ്രചരിപ്പിച്ച് അത് നമുക്കെല്ലാവർക്കും ആ ഭഗവാന്റെ ആ മാധുര്യ ഭാവത്തെക്കുറിച്ച് നമുക്ക് കിട്ടി. സോ അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈശോപനിഷത്തിന്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ചകളിൽ കണ്ണൂർ സത്സംഗത്തിന് വേണ്ടി ഈശോപനിഷത്ത്. അതിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞു, ആക്ച്വലി ദർ ആർ 5 സമ്പ്രദായാസ്. ഒറിജിനലി ദർ ആർ 4 സമ്പ്രദായസ് ആണ്. പക്ഷെ 5ാമത്തെ സമ്പ്രദായമായിട്ട് മഹാപ്രഭു കൊണ്ടുവന്ന ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ മാത്രമാണ് രാധാകൃഷ്ണ പ്രേമത്തിന് മാധുര്യ ഭാവത്തെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ മധ്വാചാര്യന്റെ പരമ്പരയിൽ വന്നു എങ്കിൽ മധ്വാചാര്യൻ യഥാർത്ഥത്തില് ഈ ഒരു സാഖ്യഭാവം അല്ലെങ്കിൽ ഒരു ചൈൽഡ്, ഒരു കുഞ്ഞു രൂപത്തിൽ ഭഗവാനെ ലഡ്ഡുഗോപാലിനെ വർഷിപ്പ് ചെയ്യുന്ന അവരാണ്. ഭഗവാനെ ഒരു ചെറിയൊരു 6-7 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള ആ ഒരു വയസ്സ് വരെ ഉള്ള ഭാവത്തിൽ പൂജിക്കുന്നതാണ് മധ്വാചാര്യ പരമ്പര ചെയ്യുന്നതെങ്കിൽ മധ്വാചാര്യയിൽ നിന്ന് തന്നെ വന്ന മഹാപ്രഭു വന്നിട്ട് നമുക്ക് മാധുര്യ പ്രേമത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന അങ്ങനെ ഒരു 5ാമത്തെ പരമ്പരയായിട്ട് നമ്മൾ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം മാറിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. ഗിരീന്ദ്രാജ് ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ചൈതന്യ മഹാപ്രഭു കി ജയ്, ശില പ്രഭുപാദ് की जय, कृष्णराज कविराज गोस्वामी की जय, निताय गौर गुरुशल गुरुदेव की जय, निताय गौर सिद्धांत प्रेमानंदे हरि हरि बोल. हरे कृष्ण. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണം? യെസ് വിഷ്ണുപ്രിയ മാതാജി, കൈ ഉയർത്തി ചോദ്യം ചോദിക്കാനാണോ അതോ? ഹരേ കൃഷ്ണ. വിഷ്ണുപ്രിയ മാതാജിയുടെ കൈ. സോറി പ്രഭുജി, നേരത്തെ കൈ പൊക്കിന്റെ. നോ ബ്രോ, ഞാൻ വെച്ചത് പിന്നെ ചോദിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ പ്രഭുജി, അതായത് ശങ്കരാചാര്യര് തന്നെ പറയണില്ലേ, ഞാൻ 3 തെറ്റുകൾ ചെയ്തു. അതായത് ഭഗവാനെ എന്താ പറയാ, ശരീരത്തിനുള്ളിലിരിക്കുന്ന ഭഗവാനെ അറിയാണ്ട് ലോകം മുഴുവനും ചുറ്റി നടന്നു എന്നും അങ്ങനെ 3 കമ്മിറ്റ് ചെയ്യണുണ്ടല്ലോ അല്ലെ, തെറ്റുകൾ എന്ന് പറഞ്ഞിട്ട്, രൂപം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനത് എങ്ങും കേട്ടിട്ടില്ല. ഉണ്ടാവും, എനിക്കറിയില്ല. 3 അപരാധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യര് പറയുന്നു. ന്യൂസ് ഫോർ മീ. അതെന്തൊക്കെയാണ് ചോദ്യങ്ങൾ അറിയാവോ മാതാജിക്ക്? അതായത് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പറയണത് ഇങ്ങനെ, ഭഗവാനെ എനിക്ക് ഇത്രയും ഓമിനിപൊട്ടന്റ് ആയിട്ടുള്ള ഭഗവാനെ ഞാൻ എന്താ പറയാ, പവർഫുൾ ആയിട്ടുള്ള ഭഗവാനെ ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഭഗവാനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി നടന്നു എന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് എനിക്ക് എന്താണ്, ഭഗവാനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, എന്നിട്ട് ഞാൻ ഭഗവാനെ പുകഴ്ത്താനായിട്ട് ശ്രമിച്ചു എന്ന്. അതായത് അത്രയും ഇതാണ് ഭഗവാൻ. എന്നിട്ട് ആ ഭഗവാനെ ഞാൻ എന്റെ ചെറിയ വാക്കുകളിൽ കൂടെ ഭഗവാനെ ഇതെന്താ മനസ്സിലാക്കാനായിട്ട് നോക്കി. പിന്നെ പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ എന്താ പറയാ, ഈ ശരീരത്തിനുള്ളിൽ തന്നെ നമ്മൾ ഭഗവാനെ ഇരുന്നിട്ട് പോലും ഭഗവാന് വേണ്ടിയിട്ട് നാട് മുഴുവനും അതായത് ചുറ്റി സഞ്ചരിച്ചു, അങ്ങനെയുള്ള ഒരു 3 അപരാധങ്ങൾ ചെയ്തു എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊരു ശ്ലോകം തന്നെ ഉണ്ട്. അതെനിക്കിപ്പോ ഓർമ്മയില്ല പ്രഭു. ഒരു ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാനത്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ചോദ്യം ഒന്നുമില്ല എങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം പ്രഭു. താങ്ക് യു സോ മച്ച്. കഥാമൃതപ്പൂവനും ഐശ്വര്യ മാതാജിക്കും താങ്ക് യു സോ മച്ച്. ഈ ഒരു മഹത് സംരംഭം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതിൽ വളരെ കൃതജ്ഞതയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 5 മണി എന്നുള്ളത് പ്രഭുവിന്റെ സൗകര്യം അനുസരിച്ച് നമ്മൾ 6:30 ആക്കിയിരിക്കുന്നത്. കാരണം 6:30 5:30 എന്നുള്ളതല്ല, പ്രഭുവിന്റെ ക്ലാസ് എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. അത്ര മനോഹരമാണ് പ്രഭുജി, ഗംഭീരം. അതുപോലെ പ്രഭുവിന്റെ ധർമ്മപത്നി മാതാജിയുടെ ശരിക്കും മനോഹരമായ ഈ ക്ലാസ് നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല. അതുകൊണ്ട് 6:30 എങ്കിൽ 6:30 നമുക്ക് എന്നും എല്ലാ ആഴ്ചയും മിനിമം ഒരു ക്ലാസ് എങ്കിലും നിങ്ങളുടേത് വേണം പ്രഭുജി. വളരെ സന്തോഷം. അനുഗ്രഹിക്കണം പ്രഭുജി. നന്ദി. അവിടുന്ന് കിട്ടിയത് നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത് മാത്രം. ആസ് എ പോസ്റ്റ്മാൻ, ഹരേ കൃഷ്ണ. എല്ലാം അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ ഹരേ കൃഷ്ണ അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.